എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്നേ രേവതി കിട്ടിയ മാലകളെല്ലാം വണ്ടി സഹിതം അങ്ങനെ അടിച്ചു മാറ്റിക്കൊണ്ട് പോകണം ആന്റണിയുടെ ഗുണ്ടകള്. പിന്നീട് അവന്മാരെന്ത് ചെയ്യുവാണ്, നേരെ ആന്റണിയെ വിളിക്കുവാണ്. വിളിച്ചിട്ട് ചോദിച്ചു, ചേട്ടാ മാല അടങ്ങിയ വണ്ടി കൈ കിട്ടിയിട്ടുണ്ട്, ഇനിയിപ്പോ എന്ത് ചെയ്യണം? ഞങ്ങൾ അതെല്ലാം കൊണ്ടേ വിൽക്കട്ടെ എന്ന് ചോദിക്കണം. എടാ കൊണ്ടേ വിൽക്ക, അതാണല്ലോ ആദ്യം നടത്തേണ്ട. ഒരു കാര്യം ചെയ്യും, ഒരു പഴുതി ഇട്ടാ റോഡ് സൈഡിലേക്ക് ഇരിക്കുക, എന്നിട്ട് അങ്ങോട്ട് വിൽക്കാൻ പറയണം. എന്നാ അങ്ങനെ ചെയ്യാന്ന് പറയണം. എടാ നിന്റെയൊക്കെ തലയ്ക്കെത്തുന്ന ഓളമാണോ? നിനക്കൊന്നും ഒട്ടും ബോധമില്ലേ? എടാ മാല ഇപ്പൊ പുറത്തിറക്കിയിട്ടുണ്ടെങ്കിൽ ദേ ആ സച്ചി അവന്മാരുടെ ആൾക്കാർ വന്ന് പിടികൂടൂലേ? ദൈവത്തെ ഓർത്ത് ചതിക്കരുത്. നീയൊക്കെ ഒരു കാര്യം ചെയ്യും, എവിടെയെങ്കിലും ആളില്ലാത്തൊരു സ്ഥലത്ത് കൊണ്ടുപോയി അത് കത്തിച്ചോളെ, എങ്ങനെയും നശിപ്പിച്ച് കളയാൻ നോക്ക്. ഒരു കാരണവശാലും അതിന് ഒരെണ്ണം പോലും പുറത്തു പോരെന്ന് പറയണം. ശരി ഇല്ല എന്ന് പറയണം. അങ്ങനെ അവന്മാർ അങ്ങോട്ടേക്ക് പോവാണ്. ആന്റണിക്ക് സന്തോഷമായി. താൻ ഉദ്ദേശിച്ച പോലെയൊക്കെ അപ്പൊ കാര്യങ്ങൾ നടന്നു. സച്ചി ഇനി കുറച്ച് കിടന്ന് ഉഷ്ണിക്കും. ഇനിയിപ്പോ പേടിക്കേണ്ട കാര്യമില്ല, അവനിട്ട് നല്ല ഇടിവെട്ടി പണി തന്നെ കൊടുത്തിരിക്കുന്നത് എന്നൊരു സമാധാനത്തെ ആന്റണി ഇരിക്കുകയാണ്. ആ സമയം സച്ചിയും രേവതിയും കൂടെ ഡ്രൈവറുടെ അടുത്തേക്ക് ഓടി വരുവാണ്. അപ്പൊ ഡ്രൈവർ അവരെ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു. വന്നു കഴിഞ്ഞുകൊണ്ട് സച്ചി ചോദിച്ചു, എടാ നീ എന്ത് പരിപാടിയാടാ കാണിച്ചെന്ന് ചോദിക്കുക. അപ്പോഴും അവൻ ഫോൺ ചെയ്തോണ്ടിരിക്കുക. നിന്റെ ഒരു ഫോണ് ഒറ്റ ഏറെറിഞ്ഞുണ്ടെന്ന് പറഞ്ഞ ആ ഫോൺ ഇങ്ങോട്ട് മേടിക്കണം. നിന്റെ ഫോൺ വിളി കാരണം ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായെന്ന് പറയാം. അത് പിന്നെ സച്ചിയേട്ടാ അതുകൊണ്ടല്ല, ഞാൻ വണ്ടി ഓടിച്ചിട്ട് വരുന്ന സമയത്ത് രണ്ടവന്മാർ പറഞ്ഞു അത് വണ്ടിയുടെ ടയർ പഞ്ചറായെന്ന് പറഞ്ഞു. അപ്പൊ ഞാനത് നോക്കാനായിട്ട് ഇറങ്ങിയ സമയത്ത് അവന്മാർ വണ്ടി എടുത്തോണ്ട് പോയെന്ന് പറയാം. എടാ നീ എന്ത് മന്ദബുദ്ധിയായിട്ടാടാ, നിന്നോട് ആരാ വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞെന്ന് ചോദിക്കുക. അത് പിന്നെ ടയർ പഞ്ചറായെന്ന് പറഞ്ഞപ്പോ നോക്കാൻ വേണ്ടി ഇറങ്ങിയതാന്ന് പറയാം. അല്ല സത്യം പറ, അത് വല്ല സി സിക്കാരെങ്ങാനും കൊണ്ടുപോയതാണോ വണ്ടി? അല്ല, നീ സി സി ഒക്കെ കൃത്യമായിട്ട് അടയ്ക്കുന്നുണ്ടെന്ന് നിൽക്കും. എല്ലാം ഞാൻ കൃത്യമായിട്ട് അടയ്ക്കുന്നുണ്ട്. എനിക്ക് എൻ്റെ അച്ഛനോട് എന്ത് പറയണമെന്ന് അറിയത്തില്ല. അച്ഛൻ വാങ്ങിച്ചത് വണ്ടിയാ, ഈ വണ്ടി പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് വീട്ടിലേക്ക് കയറാൻ പറ്റില്ല എന്ന് പറയാം. എടാ നിനക്ക് ആരെങ്കിലുമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? ഒരു പ്രശ്നമില്ല സച്ചേട്ടാന്ന് പറയാ. പിന്നെ ആരാ? നിന്നോട് വൈരാഗ്യമുള്ളവരായിരിക്കണമല്ലോ ഈ വണ്ടി കടത്തിക്കൊണ്ട് പോയത്. അങ്ങനെ ആരെങ്കിലും ആയിരിക്കും എന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, സച്ചേട്ടാ എനിക്ക് ദൈവത്തെ ഓർത്ത് എനിക്ക് ഒന്നും അറിയത്തില്ല. ഞാനിവിടെ വണ്ടി നിർത്തിയത് മാത്രമേ ഓർമ്മയുള്ളൂ. വണ്ടി ഇല്ലാതെ എനിക്ക് വീട്ടിലേക്ക് ചെല്ലാൻ പറ്റില്ല. നിനക്ക് വണ്ടി, എനിക്കിനെ മാല കൃത്യസമയത്ത് തന്നെ മാല കൊടുക്കണം. കല്യാണ പ്രശ്നമാണ്, കൊടുത്തില്ലെങ്കിൽ അയാളുടെ ഭാര്യയ്ക്കുന്ന കേൾക്കേണ്ട വരുമെന്ന് പറയണം. ആ സമയം രേവതി പറഞ്ഞു, ഇനി ഇവിടെ സംസാരിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് പറയണം. സച്ചിയോട് ബാ നമുക്ക് പോയി അന്വേഷിക്കാന്ന് പറയണം. ആ സമയം ഡ്രൈവറും പറഞ്ഞു, ഞാനും കൂടെ വരാം. ദേ നിന്റെ മുട്ടുകാലം തല്ലി പിടിക്കും. ഇത്ര സമയം നീ ഇവിടെ എന്തെടുക്കുമായിരുന്നു? വണ്ടി അവന്മാർ കൊണ്ടുപോയിട്ട് എത്ര സമയമായെന്ന് ചോദിക്കണം. ഒരു 20 മിനിറ്റ് ആയിക്കണമെന്ന് പറയണം. ഇത് കേട്ടതും സച്ചി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ടൗൺ വിട്ടു പോകാൻ വഴിയില്ല, ഇവിടെയിലൊക്കെ കാണുമായിരിക്കും, നമുക്ക് പിടികൂടാം. രേവതി വരാൻ പറഞ്ഞ് രേവതിയും കയറ്റിക്കൊണ്ട് പോവാണ്. അങ്ങനെ പോണ സമയത്താണ് അവനോർത്ത് ഒരു കാര്യം ചെയ്യാം. സച്ചി പെട്ടെന്ന് ഓർത്ത് ഇനിയിപ്പം ഇരുന്നിട്ട് കാര്യമില്ല, അനൂപിനെ വിളിച്ച് കാര്യം പറയാം, മാല പോയ കാര്യം പറയാം. അല്ലെങ്കിൽ പിന്നെ ആകെപ്പാടെ പ്രശ്നമാവും. എങ്ങനെയെങ്കിലും വണ്ടി കണ്ടെടുത്തേ മതിയാവുള്ളൂ എന്നൊരു ചിന്തയോട് കൂടിയിട്ട് പെട്ടെന്ന് തന്നെ സച്ചി അനൂപിനെ വിളിക്കുകയാണ്. ഈ സമയത്ത് നേതാവിന്റെ മുന്നിൽ ഇങ്ങനെ കുനിഞ്ഞ ശിരസോട് കൂടിയിട്ട് അനൂപ് നിൽക്കുക. വിജയകുമാറിന്റെ മുന്നിൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ, കാരണം മാല ഇതിലായിട്ടും എത്തിയിട്ടില്ല. അപ്പോഴാണ് സച്ചിയുടെ കോളി ചെല്ലുന്നത്. അങ്ങനെ സച്ചി വിളിച്ചിട്ട് പറഞ്ഞു, എടാ അനൂപേന്ന് ചോദിക്കണം. എടാ അനൂപ് അല്ലടാ, നിന്റെ കാലിനാന്ന് പറയണം. എടാ മാല എവിടെടാന്ന് ചോദിക്കണം. അത് പിന്നെ മാല പറയടാ, സത്യം പറയടാ, അത് മാല ആരോ കടത്തിക്കൊണ്ട് പോയെന്ന് പറയാണ്. കടത്തിക്കൊണ്ട് പോന്നെ എങ്ങോട്ട്? അതറിയില്ല നേതാവേ, ആരാ എങ്ങനെ കൊണ്ടായെന്നും അറിയത്തില്ല എന്ന് പറയണ. മാലയെല്ലാം കിട്ടിയതാ, പക്ഷെ കൃത്യസമയത്ത് ആരോ കടത്തിക്കൊണ്ട് പോയെന്നടാ. എടാ നീ കണ്ണന്തിരിവ് പരിപാടി കാണിച്ച എത്ര രൂപ വാങ്ങിച്ചിട്ടാന്ന് ചോദിക്കണം. പണം വാങ്ങിച്ചിട്ടോ? നേതാവ് എന്തൊക്കെയാ പറയണേ? എനിക്കെല്ലാം മനസ്സിലായടാ. നീ പണം മേടിച്ചിട്ട് എതിർകക്ഷിക്ക് മാല കൊണ്ടേ കൊടുത്തല്ലേടാ ഈ സമൂഹ വിവാഹം എങ്ങനെ മുടക്കണം, അതുവഴി എന്റെ ഇലക്ഷൻ മോഹം അവസാനിപ്പിക്കണം. അതിന് വേണ്ടിയിട്ടല്ലേ നീ എതിർകക്ഷിയോടൊപ്പം ചേർന്നെന്ന് ചോദിക്കാം. എന്റെ പൊന്നു നേതാവേ, ഞാൻ ഒരു കക്ഷിയിലില്ലെന്ന് പറയാം. വെറുതെ കള്ളത്തരം പറയുന്നു. നിന്നെ ഞാൻ വെറുതെ വിടത്തില്ല. ഈ വിവാഹം അങ്ങനെ മുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ കൈയോടെ പിടികൂടി ഞാൻ കൊന്നു കളയെന്ന് പറയാണ്. നിന്നെ മാത്രമല്ല, നിന്റെ ഇത് കൂട്ടുകാരൻ ഇവിടെ എന്റെ മുന്നിൽ നിൽക്കുന്നുണ്ട്, അവനിട്ട് ഞാൻ കൊടുക്കുന്നു പറയണം എന്നും പറഞ്ഞ് അവന്റെ കർണത്തിനിട്ട് അനൂപന്റെ കർണത്തിനിട്ട് 2 കൊടുക്കുകയാണ്. ഇപ്പൊ അവന്റെ കർണത്തിനിട്ടാ കൊടുത്തേ. ഇനി വരുമ്പോൾ നിനക്കിട്ടായിരിക്കും കിട്ടാൻ പോകുന്നത്. അരമണിക്കൂർ സമയം തരും. അരമണിക്കൂർ സമയത്തിനുള്ളിൽ തന്നെ ഇവിടെ മാല ഇവിടെ എത്തിയിരിക്കണം, അല്ലെങ്കിൽ ഞാൻ ആരാ നീ അറിയാൻ പോകുന്നുള്ളൂ. നേതാവൻ ഞാൻ പറയുന്നത് കേൾക്ക്. ഞാൻ സത്യമായിട്ടുള്ള കാര്യമാണ്. മാല ഞാൻ വണ്ടിക്കകത്ത് കൊടുത്തു വിട്ടാ, പക്ഷേങ്കിൽ അത് വഴിക്കൊന്നും ആരോ കടത്തിക്കൊണ്ട് പോയെന്ന് പറയാം. നീ കൂടുതൽ അഭ്യാസമൊന്നും എടുക്കണ്ട. നിന്റെ അഭ്യാസമൊക്കെ എൻ്റെ അടുത്ത് വേണ്ട. എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. എന്നെ ചതിക്കാൻ നോക്കിയ ഒറ്റവന്മാരെ ഞാൻ വെറുതെ വിടത്തില്ല. അറിയാലോ, കുറെ വർഷം കഷ്ടപ്പെട്ടാ ഞാൻ ഇവിടെ ഈ നിലയിൽ എത്തിയിരിക്കുന്നത്. ഈ
ഇലക്ഷനൊക്കെ മോഹിച്ചുകൊണ്ട് മാത്രമാണ് നിൽക്കുന്നത്. ഇതിന് എന്തേലും കോട്ടം പറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെ നീ ജീവനോടെ ഭൂമിക്ക് മീതെ ഉണ്ടാകത്തില്ല എന്നൊക്കെ പറഞ്ഞ് അയാൾ ഭീഷണിപ്പെടുത്തുവാണ്. നിന്നെ മാത്രമല്ല നിന്റെ കൂട്ടുകാരനെ ഞാൻ കൊല്ലുമെന്ന് പറയണം. ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ സച്ചിക്ക് എന്ത് ചെയ്യണം തരത്തില്ല. സച്ചി പിന്നെ അവിടെ കോട്ടയം ഇറങ്ങി നിൽക്കുവാണ്. ഇനിയിപ്പോൾ 1 മണിക്കൂർ സമയമുള്ളൂ. ഈ 1 മണിക്കൂറും കൂടെ എന്ത് ചെയ്യാനാ? ഇനിയിപ്പോൾ ഒന്നും പറ്റുമെന്ന് തോന്നില്ല രേവതി. എല്ലാം പോയെന്ന് പറയാണ്. ഇതേട്ടപ്പോൾ രേവതി പറഞ്ഞു, ഇങ്ങനെ പ്രതീക്ഷ കൈവിടല്ലേ, നമ്മൾ പ്രതീക്ഷയോട് പോകണമെന്ന് പറയണം. അന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട് രേവതി. പെട്ടെന്ന് രേവതി എടുത്തു, ഇനിയിപ്പോൾ അയാൾ പറഞ്ഞ പോലെ എന്തേലും എതിർകക്ഷികളോ അയാളുടെ എതിർപ്പുള്ള ആരെങ്കിലും ആണെങ്കിലോ ഇത് തട്ടിക്കൊണ്ട് പോയത്. ഒരു പക്ഷെ നമുക്ക് ഇവിടെ നിന്നിട്ട് കാര്യമില്ല, നമുക്ക് വഴിയെ കൂടെ പോവാം. പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും ആ വണ്ടി കണ്ടാലോ, ആ വണ്ടി കണ്ടാൽ തിരിച്ചറിയാൻ പറ്റില്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അവന്മാരെ കയ്യോടെ പിടികൂടാൻ പറ്റില്ലേ എന്ന് ചോദിക്കണം. ഇത് കേട്ടപ്പോൾ രേവതി പറഞ്ഞു, നീ എന്താ പറഞ്ഞേ? വഴി പോയി നിന്ന് നോക്കാന്നാ. അപ്പോഴാണ് സച്ചിക്ക് ആ ഒരു ഐഡിയ മനസ്സിലായത്. സച്ചി പെട്ടെന്ന് പറഞ്ഞു, നിന്റെ ആ ഫോൺ ഇങ്ങോട്ട് തരാൻ പറയണേ. എന്തിനാ അതിങ്ങോട്ട് തരാൻ പറയണേ? പെട്ടെന്ന് രേവതിന് ആ ഫോൺ മേടിച്ചു. കാരണം അതിൻ്റെ അകത്ത് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. രാവിലെ മാല കെട്ടി ആ വണ്ടിയുടെ മുന്നിൽ നിൽക്കുന്ന ഫോട്ടോസ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അകത്ത് വണ്ടി നമ്പറും കാര്യങ്ങളും എല്ലാം ഉണ്ട്. സച്ചിക്ക് സന്തോഷമായി. സച്ചി പെട്ടെന്ന് പറഞ്ഞു, അതേ എനിക്ക് കുറച്ച് ഡ്രൈവർമാരുടെ ഗ്രൂപ്പ് ഉണ്ട്, ഓട്ടോ ഡ്രൈവർമാരുടെയും പിന്നെ അതുപോലെ തന്നെ കാർ ഡ്രൈവർമാരുടെ എല്ലാവരുടെയും ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിലേക്ക് ഇപ്പം തന്നെ ഈ വണ്ടി നമ്പറും ഇതെല്ലാം വെച്ച് മെസ്സേജ് അയക്കാം. ഒരു വോയിസ് മെസ്സേജും കൂടെ ഇടാം. ആരെല്ലാം ഈ വണ്ടി കാണുവാണെങ്കിൽ അവർ പെട്ടെന്ന് തന്നെ വിളിച്ചു പറയുമെന്ന് പറയണം. സച്ചി പിന്നീട് ഒരു വോയിസ് മെസ്സേജ് അയക്കുവാണ് എല്ലാ ഗ്രൂപ്പിലേക്കും. ഈ വണ്ടി ആരെങ്കിലും വഴി വെച്ച് കാണുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ വിവരം അറിയിക്കണം, എന്നെ വിവരം അറിയിക്കണം. സച്ചിനെ ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും തന്നെ അറിയാലോ. ഇതെന്റെ ഭാര്യയെ കിട്ടിയ മാലയായിട്ട് പോയിരിക്കുന്ന, ഇന്ന് കല്യാണം നടക്കേണ്ട ഇത്ര സമയത്ത് മുഹൂർത്തമാണ്, അതിനുമുമ്പ് ഇത് കൊണ്ടേ എത്തിക്കണം. അങ്ങനെയൊക്കെ പറഞ്ഞ് സച്ചി ഒരു വോയിസ് മെസ്സേജ് അയക്കണം. എല്ലാ ഗ്രൂപ്പിലേക്കും ഇട്ടു. പിന്നീട് രേവതിയോട് പറഞ്ഞു, ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടും, ഉറപ്പായിട്ട് ഈ മെസ്സേജ് ആരെങ്കിലും കാണും, അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മാലയൊക്കെ തിരികെ കിട്ടുമെന്ന് പറയാണ്. രേവതി പറഞ്ഞു, അങ്ങനെയൊന്നും നമ്മളെ കൈവിടില്ല ദേവി, ഞാൻ ദേവിയോട് മനോരി പ്രാർത്ഥിച്ചിട്ടുണ്ട്, നമ്മൾ അത്ര അധ്വാനിച്ച് ഉണ്ടാക്കിയതല്ലേന്ന് ചോദിക്കണം. ഇത് കേട്ടത് സച്ചി പറഞ്ഞു, പോയാൽ പോട്ടെന്ന് വെക്കാം, പക്ഷെ ഒരു കാര്യമുണ്ട്, എനിക്ക് നിന്റെ കാര്യം ഓർത്തിട്ടാ ഇന്നലെ രാത്രി മൊത്തം ഉറക്കളച്ചിരുന്ന എന്തൊക്കെയായിരുന്നു, എനിക്കത് ഓർക്കുമ്പോൾ സങ്കടം വരുവാന്ന് പറയണം. സാരമില്ല സച്ചിയേട്ടാ, നമുക്ക് പ്രതീക്ഷ കൈവിടാതിരിക്കാന്ന് പറയണം. ആർക്കെങ്കിലും എവിടെയായാലും ചിലപ്പോൾ വണ്ടി കണ്ടെത്താൻ സാധിക്കുമെന്ന് പറയണം. ആ സമയം എല്ലാവരുടെ ഫോണിലേക്ക് മെസ്സേജ് ചെല്ലുവാണ്. ഗ്രൂപ്പിലുള്ള മഹേഷിനും കൂട്ടാനും നിൽക്കുന്ന സമയത്ത് 2 പേരുടെ ഫോണിലേക്ക് മെസ്സേജ് വന്നു. എനിക്ക് മെസ്സേജ് വന്നല്ലോ എന്ന് മഹേഷ് പറയാം. എടാ എനിക്കും വന്ന് കാർത്തിയും പറയണം. അങ്ങനെ 2 പേരും മെസ്സേജ് എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും സച്ചി അയച്ച മെസ്സേജ്, ആഹാ അങ്ങനെയാണ് നമുക്ക് അന്വേഷിക്കാന്ന് പറഞ്ഞ് അപ്പം തന്നെ അവർ വണ്ടിയെടുത്ത് അവരോടെല്ലാം തിരയുവാണ്. ഈ സമയത്ത് സച്ചി ഓട്ടോറിക്ഷ ഓടിക്കുവാണല്ലോ. അപ്പൊ സച്ചിയുടെ കുറെ കൂട്ടുകാരന്മാരുടെ ഫോണിലേക്ക് ഈ മെസ്സേജ് ചെല്ലുവാണ്. അപ്പൊ അതിലൊരു കൂട്ടുകാരൻ ഇങ്ങനെ വോയിസ് മെസ്സേജ് കേട്ടു. ആഹാ അങ്ങനെയാണ് ഇത് ആരായിരിക്കും പോലും. അങ്ങനെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതേ വണ്ടി നമ്പർ, അതേപോലെ ഒരു വണ്ടി വരുന്നു. ഇത് ആ വണ്ടിയല്ലേന്ന് ഓർക്കണം. പെട്ടെന്ന് തന്നെ ഓട്ടോറിക്ഷയ്ക്കിലും ചാടി കയറി പിന്നീട് ആ വണ്ടിയെ ഫോളോ ചെയ്ത് പോകണം. ഈ സമയം രേവതി സച്ചിയോട് ചോദിച്ചു, അല്ല ഇതിനായിട്ട് ആരുടെ ഒരു വിവരം കിട്ടിയില്ലോ, ചിലപ്പോൾ കിട്ടത്തില്ലായിരിക്കും അല്ലേ, ഇനിയിപ്പോൾ കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ചോദിക്കാം. അതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ലേ രേവതി, സമാധാനപ്പെടാം, ചിലപ്പോൾ ഇനി കുറച്ച് സമയം കൂടെ ബാക്കിയുണ്ടല്ലോ, ആ സമയത്തിലുള്ള കിട്ടുമായിരിക്കും എന്ന് പറയാണ്. ആ സമയം സച്ചിയുടെ ഫോൺ ബെല്ലടിച്ചു. നോക്കിയപ്പോൾ പരിചയമില്ലാത്ത നമ്പരാ. പെട്ടെന്ന് കോളെടുത്തിട്ട് ചോദിച്ചു, സച്ചേട്ടനല്ലേന്ന് ചോദിക്കുക. അതേന്ന് പറയാണ്. പിന്നീട് അവൻ പറഞ്ഞു, അതെ സച്ചേട്ടൻ പറഞ്ഞ വണ്ടി ഞാനിപ്പോൾ കണ്ടെന്ന് പറയാണ്. വണ്ടി കണ്ടോ, എവിടെയാ? അത് ഞാൻ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക, നീ ഒരു കാര്യം ചെയ്യുക, പെട്ടെന്ന് ലൈവ് ലൊക്കേഷൻ ഒന്ന് ഇട്ടാട്ടെ എന്ന് പറയണം. അങ്ങനെ എന്ത് ചെയ്യുവാണ്, സച്ചിക്ക് ലൊക്കേഷൻ ഇട്ട് കൊടുക്കുകയാണ്. സച്ചി പെട്ടെന്ന് രേവതിയോട് കയറ്, വണ്ടിയെക്കുറിച്ചൊരു ക്ലൂ ഒക്കെ കിട്ടിയിട്ടുണ്ടെന്ന് പറയണം. അങ്ങനെ രേവതി സച്ചിയും കൂടെ പോവാണ്. ഈ സമയത്ത് അവൻ ആ വണ്ടിയെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ കുറേ ദൂരം ചെന്നപ്പോഴത്തേന് സച്ചി അങ്ങോട്ടേക്ക് വന്നു. അങ്ങനെ സച്ചി കണ്ടു വണ്ടി. അവസാനം വണ്ടിയുടെ മുന്നിലേക്ക് കൊണ്ടുപോയിട്ട് സച്ചി പിടികൂടുകയാണ്. ഈ സമയത്ത് ഡ്രൈവർ ഇറങ്ങി വന്നു. അങ്ങനെ സച്ചിയായിട്ട് വലിയ പോരാട്ടം തന്നെ അവിടെ നടക്കുവാണ്. വലിയ അടി തന്നെ നടക്കും. അപ്പത്തേനും ആന്റണിയുടെ വേറെ ഗുണ്ടകളും കൂടെ ബൈക്കിൽ അങ്ങോട്ടേക്ക് വരുവാണ്. പിന്നീട് അവരെ ആയിട്ട് അടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയം രേവതിക്ക് എന്ത് ചെയ്യാണെന്ന് അറിയത്തില്ല. വല്ലാത്തൊരവസ്ഥയായി പോയി രേവതിക്ക്. കാരണം ഇമാരെ ഇനിയിപ്പോൾ അടിച്ചൊതുക്കാൻ മാത്രം വണ്ടിയും കൊണ്ട് പോകാനായിട്ട് പറ്റുള്ളൂ. ആ സമയത്ത് സച്ചിയുടെ ബാക്കി ഓട്ടോക്കാരെ കൂട്ടുകാരന്മാരെ ഓട്ടോറിക്ഷയും കൂടെ വരികയാണ്. 8-10 ഓട്ടോറിക്ഷ അങ്ങോട്ട് വന്നു, നല്ല സിനിമ സ്റ്റൈലിൽ. അവന്മാർ വന്ന് ഇറങ്ങി ഓടി വന്നു കഴിഞ്ഞപ്പോഴത്തേനും ആന്റണിയുടെ ഗുണ്ടകൾ ഓടുവാണ്. സച്ചി ആ പുറകെ ഓടി. അപ്പോഴത്തേക്കും മഹേഷും കൂടെ അങ്ങോട്ട് വന്നു. മഹേഷ് വന്ന് സച്ചിനെ പിടിച്ചിരുത്തിയിട്ട് ചോദിച്ചു, നീ ഇത് എങ്ങോട്ടാ ഓടുന്നതെന്ന് ചോദിക്കാം. അവന്മാരെ പിടികൂടേന്ന് ചോദിക്കാം. അവന്മാരെ പിടികൂടാനാണോ ഇപ്പം നമുക്ക് ആവശ്യം? പെട്ടെന്ന് തന്നെ നീ ഒരു കാര്യം ചെയ്യുക, ആ മാലയെല്ലാം കൊണ്ടേ കൃത്യ സ്ഥലത്ത് തന്നെ എത്തിക്കാൻ പറയാണ്. ഓ അത് ശരിയാണല്ലോ, സമയം കളയണ്ടെന്ന് പറയണം. പിന്നീട് സച്ചി ഓർത്തു, വിളിച്ചു പറഞ്ഞേക്കാം അനൂപിനോട് എന്ന് കരുതിയിട്ട് സച്ചി അനൂപിന്റെ നമ്പറിലേക്ക് വിളിക്കണം. ആ സമയത്ത് അനൂപിന്റെ ഫോൺ ബെല്ലടിക്കുന്നപ്പോൾ നേതാവ് പറഞ്ഞു, ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മാല കൃത്യസമയത്ത് തന്നെ എത്തിയില്ലേ നിന്നെ ജീവനോടെ വെച്ചിട്ടില്ല. ദൈവമേ ഇപ്പൊ തന്നെ മന്ത്രി വരും, മന്ത്രി വരുന്ന സമയത്ത് മാല കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ പല ഒരു നാണക്കേട് വേറെയില്ല. അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അനുവിന്റെ ഫോൺ ബെല്ലടിക്കുന്നത്. നേതാവ് പറഞ്ഞു, നിന്റെ ഫോണാണ് ഇങ്ങ് തരാൻ പറയണം. അതങ്ങോട്ട് വാങ്ങി നോക്കി. ഓ ഇത് അവനല്ലേ.
പെട്ടെന്ന് കോൾ എടുത്തിട്ട് പറഞ്ഞു, ദേ സമയം കഴിയാൻ പറയും, മന്ത്രി വരാറായി, നിന്നെ ഞാൻ വെച്ചേക്കില്ല, നീ ജീവനോടെ ഭൂമി കാണില്ലെന്നൊക്കെ പറയണം. ഇത് കേട്ടപ്പോൾ സച്ചി പറഞ്ഞു, നേതാവെ പേടിക്കണ്ട, മാല കിട്ടിയെന്ന് പറയണം. മാല കിട്ടിയെന്നോ? അതെ, മാലയും കൊണ്ട് 10 മിനിറ്റോളം ഞങ്ങളവിടെ എത്തുമെന്ന് പറയണം. ഇത് കേട്ടോ അയാൾ പറഞ്ഞു, ആഹാ അപ്പം നിന്റെ അടവ് അഭ്യാസമായിരുന്നല്ലേ, പേടിപ്പിച്ചു കഴിഞ്ഞപ്പോൾ നീ ഒളിപ്പിച്ചു വെച്ച സാധനം നീ പുറത്തെടുത്തല്ലേന്ന് ചോദിക്കണം. എൻ്റെ നേതാവേ അതൊന്നുമല്ല, സത്യം അതൊന്നുമല്ല, ഞാൻ അതൊക്കെ വന്നിട്ട് പറയാം എന്ന് പറയണം. 10 മിനിറ്റ് 10 മിനിറ്റും കൊണ്ട് നീ ഇവിടെ എത്തിയില്ലെങ്കിൽ നിന്റെ കൂട്ടുകാരൻ്റെ ജഡമായിരിക്കും ആദ്യം പൊങ്ങണേന്ന് പറയണം. എന്നിട്ട് ഫോൺ അനൂപിൻ്റെ കയ്യിലേക്ക് കൊടുക്കണം. രേവതിയോട് സച്ചി പറഞ്ഞു പെട്ടെന്ന് കയറാൻ പറയണം. അങ്ങനെ അവര് സമൂഹ വിവാഹം നടക്കുന്ന ഓഡിറ്റോറിയത്തിന് അങ്ങോട്ടേക്ക് ചെല്ലുവാണ്. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ നേതാവും കൂട്ടരൊക്കെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും രേവതി സച്ചിയും കൂടെ പെട്ടെന്ന് വണ്ടി നിർത്തി ഇറങ്ങുവാണ്. ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും നേതാവ് എന്നിട്ട് ഇന്ത്യയുടെ മാലയെന്ന് ചോദിക്കുക. മാലയൊക്കെ വണ്ടിക്കകത്തുണ്ട്. ഓഹോ, അപ്പം നീ എനിക്കിട്ട് പണി തരാൻ നോക്കിയതല്ലടാ, നിന്നെ ഞാൻ ശരിയാക്കുമെന്ന് പറഞ്ഞ് സച്ചിയുടെ കോളർന്ന് കയറി പിടിക്കുവാണ്. ഈ സമയം രേവതി ചോദിച്ചു, എന്ത് സാറി കാണിക്കണമെന്ന് ചോദിച്ചുകൊണ്ട് രേവതി കയറി ഇടപെടുവാണ്. നേതാവ് പറഞ്ഞു, നീയൊക്കെ കാണിച്ചു കൂട്ടി എന്താന്ന് എനിക്കറിയാം, പണത്തിന് വേണ്ടിയല്ല നീയൊക്കെ ചെയ്തേന്ന് ചോദിക്കണം. ഇവനെ പിടികൂടി അങ്ങോട്ട് കൊണ്ടുപോകും, ഇപ്പോഴെങ്ങും വിടലെന്ന് കൂടെയുള്ള അണികളോട് പറയണം. ഈ സമയം രേവതി ഇടയ്ക്കിലേക്ക് കയറി വീണു. രേവതി പറഞ്ഞു, അതെ സച്ചിയാണ് ഒന്നും ചെയ്യരുതെന്ന് പറയാം. സച്ചിയാണ് ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് പറയണം. തെറ്റ് ചെയ്തിട്ടില്ലെന്നോ? അതെ, സച്ചിയാണ് ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് പറയണം. ഈ സമയം സച്ചിൻ എൻ്റെ കയ്യിൽ നിന്ന് വിട്, ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാന്ന് പറയണം. അങ്ങനെ ഗുണ്ടകൾ കയ്യിൽ നിന്ന് വിട്ട് കഴിഞ്ഞപ്പോൾ സച്ചി ഫോണിനകത്ത് ആ തെളിവ് സാധനം കാണിച്ചു കൊടുക്കുകയാണ്. രാവിലെ മാലയൊക്കെ എടുത്ത് വണ്ടിക്കകത്ത് കയറ്റി വിടുന്ന സമയത്ത് എടുത്ത ഫോട്ടോസും പിന്നെ അതിനുശേഷം കാണാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും വോയിസ് മെസ്സേജ് അയച്ച് ഗ്രൂപ്പിലേക്ക് ഇട്ടതുമായ എല്ലാ കാര്യങ്ങളും അയാൾക്ക് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടു. പിന്നീട് പറഞ്ഞു, ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല, കൃത്യസമയത്ത് തന്നെ ഞാനും എൻ്റെ ഭാര്യ എല്ലാവരും കൂടെ ചേർന്നിട്ട് ആ മാലയെല്ലാം കയറ്റി അയച്ചതെന്ന് പറയണം. പക്ഷെ വേറെ ആരോ ചെയ്ത് ചതിയാന്ന് പറയണം. അപ്പം അയാൾക്ക് തോന്നി ഇത് തൻ്റെ എതിർകക്ഷികൾ ചെയ്ത പരിപാടിയായിരിക്കും, തന്നെ തോൽപ്പിക്കാനായിട്ട്. അങ്ങനെ അവസാനം സച്ചി അവിടെ വിജയിക്കുവാണ്. സച്ചിൻ രേവതി അവസാനം ആന്റണി പരാജയപ്പെട്ടു പോവാണ്. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. അപ്പം ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാട്ടോ. മറക്കാതെ എല്ലാവരും കയറി കാണണേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്ന